സ്വാഗതം. ഇന്ന് നമ്മൾ കോവക്കയും മുട്ടയും കൊണ്ട് വളരെ സ്വാദിഷ്ടമായ ഒരു തോരനാണ് തയ്യാറാക്കുന്നത്. ചോറിനൊപ്പം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ അതിനായിട്ട് കുറച്ച് കോവക്ക എടുത്തിട്ടുണ്ട്. നല്ല നാടൻ കോവക്കയാണ്. ഇത് നമുക്കൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം. ദാ ഇതുപോലെ നാലായി ഒന്ന് കട്ട് ചെയ്തിട്ട് പൊടി പൊടിയായി അരിഞ്ഞെടുക്കാം കേട്ടോ. കോവയ്ക്ക മുഴുവനായി നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 10 ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും, എരിവിന് ആവശ്യമായ 4 പച്ചമുളക് അരിഞ്ഞതും, പിന്നെ ദാ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടി എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ആക്കി എടുക്കാം. അരിഞ്ഞു വച്ചേക്കുന്ന കോവക്കയിലേക്ക് ഉള്ളിയും പച്ചമുളകും തേങ്ങയും 2 തണ്ട് വേപ്പിലയും കൂടി ഇട്ട ശേഷം 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൈകൊണ്ട് നന്നായി തിരുമ്മി യോജിപ്പിക്കാം. ഉപ്പ് ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നില്ല കേട്ടോ. അതിനുശേഷം നമുക്ക് ഒരു പാൻ അടുപ്പത്ത് വെച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന കോവക്കയുടെ കൂട്ട് ചേർത്ത് നല്ലപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് കോവയ്ക്ക് ആവശ്യമായ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ വളരെ ചെറുതായി അരിഞ്ഞുകൊണ്ട് തന്നെ പെട്ടെന്ന് വെന്ത് കിട്ടും കേട്ടോ. നമുക്കിതൊരു 5 മിനിറ്റ് മൂടി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതൊന്ന് വെന്ത് വരുന്ന സമയം നമുക്ക് മുട്ട ചിക്കി പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഒരു 2 മുട്ട ബൗളിലേക്ക് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി വെക്കാം. അതിനുശേഷം ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായി വരുമ്പോൾ 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വച്ചിട്ട് വേണം കേട്ടോ ഇത് ചെയ്യാനായിട്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ഉള്ളിയും വറ്റൽമുളകും കൂടി ചതച്ച മിക്സ് ഇട്ട് കൊടുക്കാം. അല്പം വേപ്പില ഒന്ന് മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 മുട്ടയ്ക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർത്ത് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമ്മൾ മിക്സാക്കി വെച്ചേക്കുന്ന മുട്ടയില്ലേ അത് ഈ കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. എപ്പോഴും ഒരേ രീതിയിൽ തന്നെ ഉണ്ടാക്കുന്നതിനേക്കാളും ഇതുപോലെ വെറൈറ്റി ഒക്കെ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ കുട്ടികൾ ഒരുപാട് ഇഷ്ടത്തോടെ കഴിക്കും. കൊച്ചു കുട്ടികളാണെങ്കിൽ മുളകിൻ്റെ അളവ് കുറയ്ക്കാട്ടോ. നമുക്ക് ഈ മുട്ടയെ പൊടി പൊടിയായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. അങ്ങനെ ദാ നമ്മൾ മുട്ട പൊരിച്ചെടുത്തിട്ടുണ്ട്. ഇതാ നമ്മൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കോവയ്ക്കയും വെന്ത് വന്നിട്ടുണ്ട്. ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് ഇളക്കിയ ശേഷം ജസ്റ്റ് ഒന്നുകൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. 2 മിനിറ്റ് മൂടി വെച്ച ശേഷം നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചേക്കുന്ന മുട്ട ചേർത്ത് നല്ലപോലെ മിക്സാക്കി കൊടുക്കാം. ഒരു മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ. കോവയ്ക്ക കഴിക്കാത്ത കുട്ടികൾ വരെ ഇതുപോലെ ഉണ്ടാക്കി കൊടുത്താൽ കഴിക്കും. അത്രയ്ക്ക് ടേസ്റ്റാണ്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ അടിപൊളി കോവയ്ക്ക മുട്ടത്തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ഇതുവരെ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കോവയ്ക്ക മുട്ടത്തോരൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.